ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ശാസ്ത്ര പഠനത്തിന്റെ വിശ്വസനീയ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. ചികിത്സയിലുള്ളത് 2,89,000 പേർ മാത്രം. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി അന്തരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു. അഭയക്കേസിൽ 2 പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ISLൽ ഇന്ന് ജാംഷഡ്പൂർ ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. നിർണായകമായ ഗവേഷണങ്ങളാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നടത്തിവരുന്നതെന്നും ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യൻ സാങ്കേതിക മേഖല മുൻനിരയിൽ നിൽക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സമ്പന്നമായ പൈതൃകമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്ര പഠനത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പശ്ചിമബംഗാൾ ഗവർണറും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും പരിപാടിയിൽ പങ്കെടുക്കും. രവീന്ദ്രനാഥ ടാഗോർ 1921 സ്ഥാപിച്ച വിശ്വഭാരതി രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേന്ദ്ര സർവകലാശാല കൂടിയാണ്. പ്രധാനമന്ത്രിയാണ് സർവകലാശാലയുടെ ചാൻസലർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 26,000-ലധികം രോഗികളാണ് സുഖം പ്രാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് ഇതുവരെ 96,63,000 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2,89,000 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 23,950 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,99,000 ആയി. കൃത്യമായ പരിശോധനയും മികച്ച ചികിത്സയും വഴി ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണവും മരണനിരക്കും കുറയ്ക്കാനായെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 1.45% മരണനിരക്ക്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 333 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം 1,46,444 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 10,98,000-ലധികം പരിശോധനകൾ നടത്തിയതായാണ് ICMR കണക്ക്. ഇതുവരെ 16,42,00,000-ലേറെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മുൻഗണനാക്രമം കൃത്യമായും പാലിച്ചാവും രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നൽകുകയെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കുമാകും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 50 വയസ്സിൽ താഴെയുള്ള മറ്റു രോഗാവസ്ഥകൾ ഉള്ളവർക്കും പിന്നീട് വാക്സിൻ നൽകും. ഇതിൽ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാകും ആദ്യ പരിഗണന നൽകുക. ബ്രിട്ടനിൽ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം ആശങ്ക പരത്തുന്നു. ബ്രിട്ടനിൽ നിന്നും മടങ്ങിയെത്തിയവരെ കണ്ടെത്തി പരിശോധന നടത്തുകയാണ് വിവിധ രാജ്യങ്ങൾ. ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ബ്രിട്ടനിൽ 36,804 പുതിയ കൊറോണ വൈറസ് കേസുകളും 691 മരണങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത്. കോവിഡിന്റെ പുതിയ വകഭേദം കൂടുതൽ ഗൌരവതരമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. കൂടുതൽ വേഗത്തിലാണ് ഇത് പടരുന്നത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും നിതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ ബീച്ചുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതുവത്സര ആഘോഷങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ഡിസംബർ 31 രാത്രിയും ജനുവരി 1 നിരോധനം. ഈ ദിവസങ്ങളിൽ ബീച്ചുകളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. കൂടാതെ ബീച്ച് പരിസരങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പുതുവത്സരവുമായി ബന്ധപ്പെട്ട ആഘോഷമേളകളും അനുവദിക്കില്ല. എന്നാൽ ഇവയ്ക്ക് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. മലയാളത്തിന്റെ പ്രിയ കവയത്രിയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി അന്തരിച്ചു.
കോവിഡ് ബാധിതയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 86 വയസ്സായിരുന്നു. കേരളത്തിലെ വനിതാ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുൻനിര പോരാളിയായ അവർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായിരുന്നു. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായി. രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷ പച്ച, രാധയെവിടെ, കൃഷ്ണകവിതകൾ, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. അഭയ കേസിൽ 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും 3-ാം പ്രതി സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും തടവ്. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇരുവർക്കും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട്. പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 2 പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും സംശയാതീതമായി തെളിഞ്ഞു. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധിയുണ്ടാകുന്നത്. 1992 മാർച്ച് 27-നാണ് കോട്ടയം പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ അഭയയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രതികളെ കണ്ടെത്താനാവാതെ 3 വട്ടം CBI അവസാനിപ്പിക്കാൻ റിപ്പോർട്ട് ചെയ്ത കേസിലാണ് കോടതി ഉത്തരവ് പ്രകാരം പുനരന്വേഷണം നടന്നത്. താങ്ങുവില അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നെല്ല് സംഭരണത്തിലൂടെ രാജ്യത്തെ 50,77,000-ഓളം കർഷകർക്ക് നേട്ടം. ഈ ഇനത്തിൽ 7,96,675 കോടി രൂപയാണ് കർഷകർക്ക് സർക്കാർ കൈമാറിയത്. കേരളം ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 422 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത്. ഇതിൽ 202 ലക്ഷം ടണ്ണും പഞ്ചാബിൽ നിന്നാണ്. നവംബർ 30-ന് അവസാനിച്ച സംഭരണ സീസണിലെ കണക്ക് അനുസരിച്ചാണിത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 51 ലക്ഷം ടൺ ഇതര ധാന്യങ്ങളും എണ്ണക്കുരുക്കളും സംഭരിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. പുതുക്കിയ കാർഷിക നിയമങ്ങൾ കർഷകർക്ക് വളരെയേറെ പ്രയോജനകരമാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാജ്യത്ത് വികസനം വരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് കാർഷിക നിയമത്തെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ലക്നൌവിൽ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തവേ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഇന്ന് ദേശീയ കർഷക ദിനം. കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ച മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ഉദ്യമങ്ങളെ മാനിച്ചാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 23 കർഷക ദിനമായി ആചരിക്കുന്നത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ഇന്നു മുതൽ വിശ്വാസികൾക്കായി തുറന്നു. കോവിഡ് സാഹചര്യത്തെ തുടർന്ന് 9 മാസങ്ങളായി ക്ഷേത്രം അടഞ്ഞുകിടക്കുകയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ടായിരിക്കും ദർശനം അനുവദിക്കുക. ജമ്മുകാശ്മീരിൽ ജില്ലാ വികസന കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 280 സീറ്റുകളിൽ 276 എണ്ണത്തിലെ ഫലം പ്രഖ്യാപിച്ചു. BJP 74 സീറ്റുകളും ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് 67 സീറ്റുകളും നേടിയിട്ടുണ്ട്. സ്വതന്ത്രർ 49-ഉം മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി 27-ഉം കോൺഗ്രസ് 26-ഉം സീറ്റുകൾ നേടി. ജമ്മുകാശ്മീർ അപ്പനി പാർട്ടി 12-ഉം CPIM 5-ഉം JKPM 3-ഉം സീറ്റാണ് നേടിയത്. ജമ്മുകാശ്മീർ നാഷണൽ പാന്തേസ് പാർട്ടിയും PDFും 2 സീറ്റ് വീതം നേടിയപ്പോൾ ബഹുജൻ സമാജ്വാദി പാർട്ടി 1 സീറ്റ് നേടി. അരുണാചൽ പ്രദേശിൽ ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 53% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടിംഗിനെ ചൊല്ലി തർക്കമുണ്ടായ ഒരു പോളിംഗ് കേന്ദ്രത്തിൽ നാളെ റീപോളിംഗ് നടത്തും. ISLൽ ഇന്ന് ജാംഷഡ്പൂർ ഗോവയെ നേരിടും. രാത്രി 7:30-നാണ് കളി തുടങ്ങുന്നത്. ഇന്നലെ നടന്ന ഒഡീഷ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. 4 സംസ്ഥാനങ്ങളിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ലോകബാങ്കുമായി 3693 കോടി രൂപയുടെ കരാറിൽ ഒപ്പിട്ടു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സുരക്ഷിതവും ഹരിതാഭയാർന്നതുമായ ദേശീയപാതകൾ നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിനാണ് പദ്ധതിയുടെ ചുമതല. ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ തടസ്സങ്ങളില്ലാത്ത തരം വ്യാപാരബന്ധം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യ ബംഗ്ലാദേശ് ഡിജിറ്റൽ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ അടക്കം ഇന്ത്യൻ വിപണിയിൽ ബംഗ്ലാദേശിന് നികുതി ഇളവുകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാസ്ത്ര പഠനത്തിന്റെ വിശ്വസനീയ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി അന്തരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു. അഭയക്കേസിൽ 2 പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷിച്ചു. ISLൽ ഇന്ന് ജാംഷഡ്പൂർ ഗോവയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.